ഹലോ. അപ്പോൾ ഇന്നത്തെ ചാനൽ താങ്ക്സ് ഗിവിങ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. ആക്ച്വലി നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ താങ്ക്സ് ഗിവിങ്ങിനെ കുറിച്ച് അറിയുമെന്ന് അറിയില്ല. ഞാൻ റീസെൻറ്റ്, അതായത് ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷമാണ് ഈ താങ്ക്സ് ഗിവിങ് എന്താണെന്നൊക്കെ കേൾക്കുന്നത്. ഈ താങ്ക്സ് ഗിവിങ്ങിന് ആൾക്കാർ ലീവ് എടുക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ലീവ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളല്ല കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പ്രൊജക്റ്റ് ആയ കാരണമാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്ന് പറയുമ്പോൾ വളരെ പണ്ട് ഈ അമേരിക്ക, അതായത് നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ അമേരിക്കയില്ലേ, അവിടേക്ക് ഒരു പിലിഗ്രം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു കപ്പലിൽ വന്നിറങ്ങേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് അമേരിക്കൻസ് അവരിവരെ എന്താ പറയുക, ഹണ്ട് ചെയ്യാനും അതുപോലെ ക്രോപ്സ് ഉണ്ടാക്കാനും അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ അവർ പിന്നെ അവിടെ ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് അങ്ങനെ അവരവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ, അതായത് ഈ വന്നിറങ്ങിയ ആൾക്കാർ, ഈ പിലിഗ്രിംസ്, അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് അമേരിക്കൻസിന് വേണ്ടിയിട്ട് ഒരു താങ്ക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഫീസ്റ്റ് നടത്തി. സോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ താങ്ക്സ് ഗിവിങ് ഡേ എന്ന് പറയുമ്പോൾ ഈ നവംബർ ഉണ്ടാകുമ്പോൾ അവർ ആഘോഷിച്ച് പോവാണ്. സോ അതിൽ എന്താണ് ഈ ടർക്കിക്കോഴി അല്ലെങ്കിൽ ഈ ഒരു കിളി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നോർമലി ഈ ഒരു ഫീസ്റ്റിന് അവർ സ്പെഷ്യൽ അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഈ ടർക്കീൻ്റെ റോസ്റ്റ് അല്ലെങ്കിൽ ടർക്കി ഗ്രില്ല് ചെയ്തിട്ടൊക്കെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ടർക്കീനെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പേപ്പറിൽ ഇതിൽ 2 എണ്ണം മാത്രമാണ് കളർ പേപ്പർ. അതായത് ആ ബ്രൗൺ പേപ്പർ ഇല്ലേ, അത് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം മേടിക്കുന്ന പേപ്പർ ഉണ്ടാവില്ലേ, അതാണ്. അത് വെച്ച് ഞാൻ ഇതുപോലെ ഒരു ടർക്കീനെ വരച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഞാൻ ഈ താങ്ക്സ് ഗിവിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, അതും ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.